നീ ഇത് വിട്ടേരെ, ഞങ്ങൾ നോക്കിക്കോളാം. ഇത് ഹൈ റേഞ്ച് അല്ല. ഏത് കാട്ടിലാണേലും പന്നിക്കൊരു കെണിയാ കൊച്ചേ. ഡാനി ചെയ്തതിൻ്റെയൊക്കെ ഫലമാണ് അവന് കിട്ടിയത്. ആ ഷീമോൻ്റെ കൊച്ചിനെ കൊന്ന അവനാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഷീമോനെന്ന് പറയുന്ന ആ കഴിവേറി ചെയ്തത് ന്യായമാണെങ്കിൽ ഇതും ന്യായമാണ്. ഡാനി എൻ്റെ കൊച്ചാ. ഇതിവിടെ വിടുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിലിപ്പോൾ വേറെ ടീം ഇൻവോൾവ് ആണ്. പ്രശ്നം അതൊന്നുമല്ല. നീ പഴയ ആ പേടിച്ചോറിയാ. നീ ഒരു ഉണ്ടൻ ചെയ്യത്തില്ലെന്നറിയാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങ് പോകുന്നത്. നിൻ്റെ തള്ളയുടെ പേടിയാണ് നിനക്ക്. എനിക്ക് ന്യായമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. നിന്നോട് വിട്ടോളാൻ പറഞ്ഞില്ലേ? പോയി വേറെ വല്ല പണിയും നോക്ക്. ബ്ലാഡി, അവന് പകരം നീ തരുന്നിരുന്നെങ്കിൽ ഞാൻ വിഷമിക്കത്തില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നില്ല അവൻ ആ കള്ള ബറാബാസിൻ്റെ തലയെടുത്തുകൊണ്ട് വന്നേനെ. അപ്പോൾ നിങ്ങളിന്ന് തിരിച്ചു പോകുന്നില്ലല്ലേ? അപ്പാപ്പം പറയുന്ന പോലെ. ആമോസേ, അവനെ കൊണ്ടൊന്നും പറ്റുകയല്ലടാ. ആ കഴിവേറിയ കയ്യെ കിട്ടിയിട്ട് അവൻ്റെ കൊണാരവടിയും കേട്ട് വെറുതെ തിരിച്ചു പോന്നിരിക്കുന്നു. ഓക്കൻ എന്നേലും ഒരു പ്രശ്നം ഉണ്ടായ അമ്മയെപ്പോലെ തൂണാത്തോട്ട് ഓടിയും കാടി. നമുക്കറിയാവുന്നതല്ലേ, പട്ടിയുടെ പാല് 12 കാലം കുഴലിട്ടാലും കോട്ടയത്ത് പോയാലും അവൻ നേരെയാത്ത. അവൻ എന്നാ കോപ്പാ പറഞ്ഞേ? അന്യായം കാണിച്ചത് നമ്മുടെ ചെറുക്കനാണ്. അതുകൊണ്ട് നമ്മളോട് തിരിച്ചു പൊക്കോളാൻ. ഉള്ളത് പറയാമല്ലോ, ഇവൻ വെറും പാഴാ പാപ്പ. നിങ്ങളുടെ ഊര് മൊത്തം കിട്ടിയിരിക്കുന്നത് ഡാനിക്ക. ഉള്ളതാ. കൊന്നത് ഷീമോൻ എന്ന് പറയുന്ന ഒരുത്തനാ, ഒരു പിമ്പ്. എനിക്കേതായാലും ഇതും മനസ്സിലിട്ടുണ്ട്. തിരിച്ചു പോകാൻ പറ്റത്തില്ല, തീർക്കണം. ഈ മുറി മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ടൊരു വണ്ടി അറേഞ്ച് ചെയ്ത് ബോഡി ഹൈ റേഞ്ചിന് വിട്ടുതരും. സംഭവം എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇയാള് ചങ്ങനാശ്ശേരിക്കാരനാണ്, പേര് ശീമോൻ. ആളൊരെമ്പോക്കാന്നറിയാമായിരുന്നെങ്കിലും ഇതുമാതിരി ഒരു ദുഷ്പ്രവൃത്തി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പെട്ടെന്ന് ഇയാൾ ദേഹവാസാലും രക്തമെല്ലാം പോണ്ട അവസ്ഥയിൽ പെട്ടെന്ന് ഓടി വരുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ പെട്ടെന്ന് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന സംഭവം ഈ ഷീമോൻ എന്ന് പറഞ്ഞത് എന്നാ പരിപാടി? ബ്രോക്കറാന്നാ പറയുന്നത്. അലമ്പനാ മോനെ. പിന്നെ കൂട്ടിക്കൊടുപ്പാ മെയിൻ. ഉള്ള കാര്യം പറഞ്ഞാൽ ഞങ്ങൾ നല്ല ടീംസിലായിരുന്നു.
വാടാ പോ. ഡാനി എന്നേലും പറഞ്ഞായിരുന്നു. നേരെ കട്ടപ്പനയ്ക്കാണെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി പോയതാ. എടാ ഇത് ചെയ്ത് ചങ്ങനാശ്ശേരി നിന്നെങ്ങാണ്ട് വന്ന ഒരുത്തനാ. അവൻ അപ്പം തന്നെ മുങ്ങിക്കാണും. മയിരിന് ഈ കോട്ടയത്തെങ്ങും കാണത്തില്ല. ഏത് പുനത്തിലായാലും പൊക്കണം. എടാ ഇത് ഡൂഡ് കേസാ. ഇല്ലെങ്കിൽ നാളെ അപ്പനും ടീംസും ഇങ്ങ് വരും. എന്നാൽ ഞാനൊന്ന് തപ്പാം. എടാ നമ്മുടെ ജെറോമിനെ വിളിച്ചാൽ കാര്യം നടക്കും കേട്ടോ. എനിക്കെന്നായാലും ഒന്ന് ഉറങ്ങണം. നാളെ ഹൈ റേഞ്ചിന് പോകണ്ടേ? വേണ്ട. ഡാനി ഓരോ തവണ വരുമ്പോഴും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കുറേ നമ്മൾ നടക്കുന്നതല്ലേ. ഇതിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. അവൻ്റെ ആ കഴപ്പങ്ങ് തീർന്നെന്ന് വെച്ചാൽ മതി. അപ്പൻ എന്നാ പറഞ്ഞു? അവർക്ക് വട്ടളകിരിക്കുവാടാ. ഡാനി അവർക്കൊക്കെ അത്ര കാര്യമായിരുന്നു. നിന്നെ അത്ര പോരല്ലേ? അതല്ലേ ഞാനൊരിക്കലും കിഴക്കോട്ട് പോകാതെ. അപ്പനൊക്കെ ഈ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ. ഹൈറേഞ്ചിൽ കിടന്ന് നല്ല ക്രൂരത കാണിച്ചിട്ടുള്ളതാണ്. അപ്പൻ്റെ ഗുണമാണ് ഡാനിക്ക് കിട്ടിയത്. ഞാൻ ഘടകത്തില്ലാത്തത്. എഴുന്നേക്കടാ. അവനെ കിട്ടിയോ? പിന്നല്ലാതെ. എടാ അവനാ ചങ്ങനാശ്ശേരിയിലെ ലോറൻസിൻ്റെ ഷെൽട്ടറില്ല. ഈ ലോറൻസിനെ നിനക്ക് മനസ്സിലായോ? നമ്മൾ റിമാൻഡിൽ പോയപ്പം ഒരു ഫ്രോഡ് കേസിലകത്തുണ്ടായിരുന്നൊരു കുണ്ടനില്ലേ, ഡേവിസ് എന്നോ മറ്റോ അവൻ്റെ പേര്. അവൻ്റെ ചേട്ടനാ. മത്തിക്കളവ. ഷീമോനില്ലേ? ആരാ? അവനെൻ്റെ കൊച്ചിനോട് എന്താ ചെയ്തെന്നറിയാവോടാ പട്ടി? അവനെൻ്റെ കൊച്ചിനെ റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞു.
കണ്ട തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലാണ് എന്നെ കിട്ടിയത്. അവൻ എൻ്റെ കൊച്ചിനോട് ചെയ്തതല്ല അവനും ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്പന, അവനെ കൊല്ലാതെ എനിക്ക് സമാധാനം കിട്ടുകയല്ല. പൊട്ടിക്കുന്നില്ലടാ മയിരേ. മുടിച്ച് ക്യാഷ് വാങ്ങിയിട്ട് തിരിച്ചു കിട്ടണം. ഇവിടെ കിടന്ന് കറങ്ങിക്കരുത്. നമ്മ പക്ക പ്രൊഫഷണൽ തന്നെ. ഓ ആന്നേ കൊള്ളാം. ചിലപ്പോൾ ഡോക്ടറായിരിക്കും. നോക്ക്. ആരാ? നീയൊക്കെ എന്നെ ഉണ്ടാക്കുമായിരുന്നോ നാറികളെ? ഷീമോൻ്റെ സേഫ്റ്റി നമ്മൾ ഉറപ്പ് കൊടുത്തതല്ലേ? എൻ്റെ വാക്കിന് എന്നെ വിലയുടെ ഉള്ളേ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ കേസൊന്നല്ല ഇത്. 2 തമിഴന്മാരാ വന്നത്. ടൂൾസൊക്കെ ഉണ്ടാവുമാരുടെ കൊട്ടേഷനാ. ആദ്യം 2 വന്ന് ശീമഞ്ചാണെന്ന് വിധിച്ചായിരുന്നു. ചത്തവൻ്റെ അനിയനാന്നാ പറഞ്ഞ. ഇവനൊന്ന് മരിപ്പനും കൂടെ ഉണ്ട്. ലോറൻസേ, ചെറുപ്പത്തിൽ ഹൈറേഞ്ചിൽ നൊളിച്ചോടി വന്ന ടീമാണ് ഈ ചത്തവൻ്റെ അനിയൻ ഗ്ലാഡി. കോട്ടയത്ത് അവന് കളവുണ്ട്. ടൗണിൽ കിടന്ന് അവൻ വളർന്നു. മിക്കവാറും ഇവനെ പേടിച്ചായിരിക്കും ശീമോ നമ്മുടെ അടുത്ത് വന്നത്. കൊള്ളാന്ന് പിള്ളേരെ വില വീട് പണി കൊടുക്ക്. എടുത്തിയാടി ഒന്നും ചെയ്യേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. അമാരത്ര നിസ്സാരക്കാരൊന്നുമല്ല. കഞ്ചാവ് കച്ചവടവും റിയൽ എസ്റ്റേറ്റും അങ്ങനെ സകല ഊട് പരിപാടികളും ഉള്ളവന്മാരാണ്. നല്ല ഹോൾഡാണ്. ഹോൾഡ് നമുക്കും ഉണ്ട്. ഷീമോനും അത്ര വെടിപ്പൊന്നും അല്ലല്ലോ. ഒരു ലക്ക് ലഗാനും ഇല്ലാത്തവനാണ് ആ ഡാനി. അവന് മോളെ കൂട്ടിക്കൊടുത്ത് അങ്ങേര് തന്നെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഷിമോൻ്റെ ഗുണം എല്ലാവർക്കും അറിയാം. അത് വിട്. അയാളുടെ അനിയന്മാരും അച്ഛന്മാരും ഒക്കെ ഉള്ളതാ. നമുക്ക് ഇനിയും കാണണ്ടോരാ. പുറത്തുനിന്ന് വന്ന് നമ്മുടെ അണ്ടർവെയറിനകത്ത് കയറി പണി തന്നിട്ട് അവന്മാരെ വിടാനൊക്കത്തില്ല. പണി കൊടുക്കണം. അതാണ്. അപ്പോൾ സെറ്റ്. Now
അവനില്ലേ? ഗ്ലാഡി ഒരാളെ കാണാൻ പോയേക്കുക. അവനോട് പറ ഞങ്ങൾ നാളെ പോവുകയാണെന്ന്. വന്ന കാര്യം കഴിഞ്ഞു. നിങ്ങൾക്കിടയിൽ എന്നതാ പ്രശ്നമെന്ന് എനിക്കറിയില്ല. എന്നതായാലും നിങ്ങൾക്കറിയാവുന്ന ഗ്ലാഡിയല്ല കോട്ടയത്തവൻ. ഒന്ന് പോടാ ഇറക്കാം. ഡാനിയുടെ കണക്ക് തീർക്കാൻ ഞങ്ങൾ മലയിറങ്ങി വരേണ്ടി വരും. ആമോസേ, കൊച്ചെന്നാ പറഞ്ഞു വരുന്നത്? അവൻ്റെ നല്ല സമയത്താണ് നിങ്ങൾ അവനെ കണ്ടിട്ടുള്ളത്. മോശം സമയത്ത് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ്. അത്തരം സിറ്റുവേഷൻസിൽ അവൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടിട്ടുള്ളത് ഞാൻ. നീ ആ ടിപ്പറിൻ്റെ അനിയനല്ലേ? ചങ്ങനാശ്ശേരി ലോറൻസിന്റെ കൊട്ടേഷനാ. അപ്പോൾ ഇനി തിരിച്ചു പോകല്ലേ? ലോറൻസിനോട് പറഞ്ഞേക്ക് ചീമോനോട്ട് പണി കൊടുത്തത് ഞങ്ങളല്ല. ഇനി അവനെ ഇൻസൾട്ട് ചെയ്യരുത്. ഗ്ലാഡി കോട്ടയത്ത് വന്ന ടൈം തൊട്ട് എനിക്ക് അവനെ അറിയാം. അതുകൊണ്ട് പറയൂ, അവനും നിങ്ങളെപ്പോലെ തന്നെ സൂക്ഷിക്കണം. വണ്ടി എടുക്കടാ. അമാര് തീർന്നോ? ഒരുത്തന ഹോസ്പിറ്റലില്ല. ഗ്ലാഡി സ്ലിപ്പായി. ആ ബെസ്റ്റ്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഷിമോനെ തീർത്തത് അമ്മാരല്ലെന്നാ പറയുന്നേ. എടാ കൊട്ടേഷൻ വന്നങ്ങ് ഹൈ റേഞ്ചിൽ നിന്നാ, ഇവന്മാരുടെ അപ്പൻ്റെ വക. ഞാൻ നമ്മുടെ കോട്ടയത്തുള്ള ജെറോം വഴി ഒന്ന് തപ്പി. എടുത്തിയാടി ഒന്നും ചെയ്യേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. കോരസാറും ഒക്കെ ആയിട്ട് കണക്ഷമുള്ളവന്മാർ. ഇതാകെ മത്തിക്കളവാകുന്ന ലക്ഷണം. ഈ ഗ്ലാഡി എന്ന് പറയുന്നതിനെ നമുക്കൊന്ന് കാണാം, കോംപ്രമൈസ് ചെയ്യാം. കേട്ടെടുത്തോളം അങ്ങനെയൊന്നും മെരുങ്ങുന്നതിനോ അല്ല ഗ്ലാഡി. അല്ലെങ്കിൽ അവൻ സ്ലിപ്പാവരുതായിരുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ തിരിച്ചു പോക്കോളാം. ഡാനിയുടെ അടക്കിന് പോലും നിൽക്കാതെ ഞങ്ങൾ ഈ കണ്ട ദൂരമെല്ലാം ഓടി വന്നത് കോട്ടയം പട്ടണം ചുറ്റിക്കാണാനല്ല, അവനെ തീർത്തവൻ്റെ തലയെടുക്കാനാണ്. വന്ന കാര്യം നല്ല വെടിപ്പായിട്ട് തീർത്ത്. ആമോസ്, നീ ആസനത്തിൽ വാലിന്ന് ചുരുട്ടി വെച്ചിരുന്നു. ഞങ്ങൾ നാളെ തിരിച്ചു പോവുക. നമ്മളിനി കാണത്തില്ല. അപ്പോൾ നിങ്ങളിനി തിരിച്ചു പോവല്ലേ? ഇപ്പോഴീ വെട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവനില്ലേ, അവനാ ജെയ്സൺ. ഗാഡിയുടെ സന്തത സഹചാരിയും പാർട്ണറും എല്ലാമാണ്.
വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തമാരാ. 2 വർഷം മുമ്പ് പാമ്പാടിയിൽ നിന്ന് ചാക്കി കെട്ടിത്താത്ത ഒരു ബോഡി പൊക്കിയില്ല. അത് ഈ കോരസാറിൻ്റെ കയ്യിൽ നിന്ന് ഏതോ പമ്പൻ ഡീല് വെട്ടിയ ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ സ്രാവ. രായ്ക്ക് രാമാനം ഇവന്മാരവനെ കശാപ്പ് ചെയ്തു. രണ്ടും പക്ക ക്രിമിനൽസാണ്. നീ എന്നെ പേടിപ്പിക്കണം. അതല്ല, കോംപ്രമൈസിന് അടുക്കുമെന്ന് തോന്നുന്നില്ല. ജെറോം പറഞ്ഞു വെച്ചാണേ ജെയ്സിന് കൊണ്ട ഗ്ലാഡിക്ക് മതം പോകും. അങ്ങനെയാണേ നമ്മളിവിടെ ഇരുന്നാൽ മതി, അവൻ വരും. എന്നാ നീ കിട്ടൂ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. നീ ഇപ്പം ഇങ്ങോട്ട് പുറത്തിറങ്ങിയതല്ലേ ഉള്ളൂ. നീ ആ ജെറോമിനെ ഒന്ന് വിളിക്ക്, ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറ. ഗ്ലാഡി വരട്ടെ. അപരാധ. ഹലോ, പറി. ജെറോമ, പറ. ആരാ? നൈസ് ടു മീറ്റ് യു. ഒറ്റയ്ക്കാണല്ലേ? അപ്പം ബിൽഡപ്പ് കാര്യമുണ്ട്. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ, നീ ക്ഷമിക്ക്. നമുക്കിവിടെ വെച്ച് കോംപ്രമൈസ് ആക്കുന്നല്ലേ നല്ലത്. ഷീമോനെ ഞാൻ വെറുതെ വിട്ടതല്ലേ, എന്നിട്ടും നിങ്ങൾ വിട്ടില്ലല്ലോ.
10-16 വർഷം മുമ്പ് ഹൈ റേഞ്ചിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ആളാണ് ഞാൻ. അന്ന് തൊട്ട് എൻ്റെ കൂടെ നിന്നിട്ടുള്ളതാണ് ജേസൺ. അവനെയാണ് നിങ്ങൾ പണിഞ്ഞത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റിൽ ചെയ്യാം. ഈ കലി അടങ്ങണം. അതിൽ കുറഞ്ഞ ഒരു സെറ്റിൽമെൻറ്റും വേണ്ട. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കിതങ്ങ് റൗണ്ടാക്കി നിർത്താം. സാരമില്ലടാ, എൻ്റെ കഴപ്പ് ഞാൻ തീർത്ത് തരാം. കൊലയാടി മോനെ. നൈസ് ടു മീറ്റ് യു.